തിരുനെല്ലി തൃശ്ശേരി ക്ഷേത്രങ്ങളുടെ സ്ഥിര നിക്ഷേപ തുക മടക്കി നൽകണമെന്ന സുപ്രീം കോടതി ഉത്തരവ് പാലിച്ച് തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക് 17 കോടിയുടെ നിക്ഷേപത്തിൽ ശേഷിച്ച 9 കോടി രൂപയാണ് ബാങ്ക് തിരികെ നൽകിയത്. ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന പണം സഹകരണ ബാങ്കുകളിൽ നിലനിൽപ്പിനായി ഉപയോഗിക്കരുത് എന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. കാലങ്ങളായി തിരുനെല്ലി തൃശ്ശേരി ക്ഷേത്രങ്ങളിലെ വരുമാനം സ്ഥിര നിക്ഷേപമായി നൽകുന്നത് തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്കിലേക്കാണ്. 17 കോടി രൂപയോളം നിക്ഷേപമുണ്ടായിരുന്നു. ഇതിനെതിരെ സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചു. നിക്ഷേപ തുക തിരികെ നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായി. സാവകാശം തേടി ബാങ്ക് സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നിക്ഷേപ തുക തിരികെ നൽകുന്നത് വൈകുന്ന സാഹചര്യത്തിൽ CPIM ഭരണസമിതിയുള്ള ബാങ്കിനെതിരെ കോൺഗ്രസും BJPയും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഒടുവിൽ കഴിഞ്ഞ മാസം സുപ്രീം കോടതിയിൽ നിന്നും ബാങ്കിന്റെ വാദം തള്ളി വിധി വന്നു. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന പണം സഹകരണ ബാങ്കുകളുടെ നിലനിൽപ്പിനായി ഉപയോഗിക്കാൻ പാടില്ല എന്നായിരുന്നു വിധി. കോടതി നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ തന്നെ ബാങ്ക് 9 കോടി രൂപ കൂടി തിരിച്ചു നൽകി. നേരത്തെ 8 കോടി രൂപ നൽകിയിരുന്നു. അതിനെതിരെ ഞങ്ങൾ കോടതിയിൽ പോയി എന്ന് പറയുന്നത് നിക്ഷേപം കൊടുക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഒരു ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇത്രയും സംഖ്യ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ഒരു പ്രതിസന്ധി വരും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ സമയം ചോദിച്ചുകൊണ്ടാണ് കോടതിയിൽ പോയത്. എന്നാൽ കോടതി ആ വാദം അംഗീകരിക്കാതെ കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഈ പറഞ്ഞ സമയത്തിന് മുമ്പേ ഈ ഡിസംബർ 31-ന് കൊടുക്കാനുള്ള 7 കോടി രൂപ തിരികെ 7 കോടി രൂപയും പലിശയും തിരികെ കൊടുത്തുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള മുഴുവൻ തുകയും ഡിപ്പോസിറ്റ് തുകയും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കൈമാറിയ തുക ദേശസാൽകൃത ബാങ്കിൽ നിക്ഷേപിക്കണമെന്നാണ് നിർദ്ദേശം. തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക് നൽകിയിരുന്ന പലിശ തുകയേക്കാൾ 1.5% കുറവിലാണ് ദേശസാൽകൃത ബാങ്കിലെ നിക്ഷേപമെന്നും സൂചനയുണ്ട്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.